ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കളിക്കുമ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിനായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാത്തവർ എന്തായാലും അത് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരു സ്റ്റോറി മോഡ് ഗെയിം പ്ലേ ആണ് നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ രാവിലെ തന്നെ നമ്മുടെ ടെന്നീസ് റാക്കറ്റൊക്കെ എടുത്ത് ടെന്നീസ് കളിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ വേറെ ആരുമില്ല, അതുകൊണ്ട് ഒറ്റയ്ക്ക് കളിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ്. നമുക്ക് നമ്മുടെ മിലിറ്ററി ഗണ്ണെ കാണണം, സിമിയോനെ കാണാൻ, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. കുറേ പുതിയ മിഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുവാണ്. അതൊന്നും കുറച്ച് സമയം കളയേണ്ട ഗൈസ്, നമുക്ക് നേരെ ഇങ്ങോട്ട് ഇറങ്ങാം. ഇപ്പോൾ എന്തായാലും ടെന്നീസ് കളിക്കാൻ ആരും ഇല്ല, അതൊക്കെ ഇങ്ങോട്ട് പോയേക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ടെന്നീസ് കളിയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടെന്ന് വെച്ചാൽ ടെന്നീസ് കളിക്കാൻ ആരുമില്ല. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാനാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ ഓൺ ദ റൂട്ട് 10K ആണ്. പിന്നെ അപ്പോൾ നമുക്കത് സെറ്റ് ചെയ്യാം. നമുക്ക് വീണ്ടും അകത്തോട്ട് പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറാം. ഡ്രസ്സൊക്കെ ഒരു അടിപൊളി ഡ്രസ്സൊക്കെ ഇടാം. ഇന്ന് കുറച്ച് അടിപൊളി മിഷൻസൊക്കെ ചെയ്യാനുള്ളതാണ്. പിന്നെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയൊരു വണ്ടി എടുത്തായിരുന്നു. ദേ കിടക്കുന്നു നമ്മുടെ ലംബോർഗിനി അവെന്റഡോർ. ഇന്നലെ നമ്മൾ മേടിക്കാൻ പോയതാണ്, പക്ഷേ മോഷ്ടിക്കേണ്ട അവസ്ഥയായിപ്പോയി. അതായത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ, എന്തായാലും പോയി ചെക്ക് ചെയ്യുക ഗൈസ്. അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ നേരെ പോകാൻ നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം ഗൈസ്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. നേരെ പോയി ഡ്രസ്സ് മാറാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ നൈക്കിയുടെ ഹുഡിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു സുപ്രീമിൻ്റെ ജീൻസാണ്. പിന്നെ ഏത് ഷൂസാണെന്ന് എനിക്ക് പിടിയില്ല, നൈക്കിയുടെ ആണെന്ന് തോന്നുന്നു. അതൊക്കെ എന്തായാലും പുറത്തോട്ട് പോകാം. നമുക്ക് നേരെ നമ്മുടെ മൈക്കിളുടെ വീട്ടിലോട്ട് പോകാം. മൈക്കിളാണ് നമുക്ക് മിഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്ത് തരുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ലംബോർഗിനി എടുക്കാം. പിന്നെ നമ്മുടെ ലാൻഡ് ക്രൂസർ നമ്മൾ ബെനിയുടെ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ബ്ലാക്ക് കളർ വണ്ടിയാക്കാനാണ് പറഞ്ഞേക്കുന്നത്, ഫുള്ള് ബ്ലാക്ക് ആക്കാൻ. വണ്ടി ഒരു ഇതെന്താണ് ഇവിടെ പൊട്ടിപ്പോയി ഗൈസ്, എന്തോ പറ്റി ഇവിടെ ഗൈസ്. ഇവിടെ നമ്മൾ പൊട്ടി കിടക്കണം, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് നേരെ ഇങ്ങോട്ട് വിടാം ഗൈസ്. അപ്പോൾ മൈക്കിളിൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ വണ്ടി ലാൻഡ് ക്രൂസറും നമ്മുടെ ബെന്നി നമുക്ക് അവിടെ കൊണ്ട് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിതേ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട്. മൈക്കിൾ അവിടെ റെഡി ആയിട്ട് നിൽക്കാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൈക്കിൾ അവിടെ ഉണ്ടാവണം. നമുക്ക് ഈ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ലാൻഡ് ക്രൂസർ അവിടെ കിടക്കുന്നുണ്ടാവണം. അവിടെ പാർക്കൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് കിടക്കുന്നുണ്ടാവണം. മൈക്കിൾ എൻ്റെ മോനെ ദേ കിടക്കുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടി. എനിക്ക് ഈ വണ്ടിയുടെ വീൽസ് ഒന്ന് മാറ്റണം. വീൽസ് ഭയങ്കര ഒരു പച്ചയാണ് ഈ വണ്ടിയുടെ. നമുക്കതൊരു ബ്ലാക്ക് അടിച്ച് ഇത്തിരി കൂടി നൈസായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് പിന്നെ ചെയ്യാം. നമുക്ക് എന്തായാലും മൈക്കിളത്തെ ഇവിടെ സീക്രട്ടൊക്കെ വലിച്ച് രാവിലെ തന്നെ സെറ്റായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി മോഡിഫൈ ചെയ്ത് അടിപൊളിയായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അവർ. എൻ്റെ സെറ്റപ്പ് വണ്ടിയാണ് ഗൈസ്. എനിക്ക് ലൈറ്റൊക്കെ മാറ്റി കേട്ടോ. ലൈറ്റൊക്കെ വേറെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ ലൈറ്റൊക്കെ മാറ്റി, ബാക്കിലെ ടെയിൽ ലൈറ്റൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ടെയിൽ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മൈക്കിളിനെ പിക്ക് ചെയ്തിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ സിമിയോൻ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് പോവാം. മൈക്കിളെ വണ്ടിക്ക് കയറിക്കോ. ഗൈസ്, മൈക്കിളിതേ വന്നോളും. മൈക്കിളിതേ കയറാൻ പോകുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് ഈ വണ്ടി എടുക്കാം. എൻ്റെ മൈക്കിൾ ചാടിയൊക്കെ കയറാൻ കേട്ടോ. മൈക്കിളത് സെറ്റാണ്, സീനാണ് പുള്ളി. ഞാൻ ബ്ലാക്ക് അടിച്ചതെന്ന് വെച്ചാൽ നമ്മളിനി കുറേ പേരെ കൊല്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ബ്ലാക്ക് ആണെങ്കിൽ ഇത്രയും കൂടി നമുക്കൊരു സ്റ്റെൽത്തായിട്ട് തന്നെ നീങ്ങാം, മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വണ്ടി ബ്ലാക്ക് ആക്കാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സിമിയോൻ്റെ ലൊക്കേഷനിലോട്ട് പോകാം. സിമിയോൻ നമ്മുടെ ഒരു ക്ലബിൻ്റെ അടുത്ത് നിൽക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ ഏതോ സിമിയോൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് പുള്ളീനെ മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരെ പോയി അത് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ മൈക്കിൾ പറഞ്ഞ പോലെ നമ്മുടെ സിമിയോൻ്റെ ലൊക്കേഷനിലോട്ട് നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സിമിയോൻ ഇവിടെ ഈ ക്ലബിൻ്റെ ബാക്കിൽ വെയിറ്റ് ചെയ്യാന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. എന്തോ മിഷൻ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എന്താ സംഭവം എന്ന് നമുക്ക് ജസ്റ്റ് എന്തായാലും പോയി സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയാം ഗൈസ്. അപ്പോൾ ആദ്യം നോക്കിയത് സിമിയോൻ എവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ആദ്യം വണ്ടി എവിടെയെങ്കിലും നൈസായിട്ട് പാർക്ക് ചെയ്യും. സിമിയോൻ ലാൻഡ് റോവറൊക്കെ ആയിട്ടാണ് വന്നേക്കണം. ഈ വണ്ടി നിങ്ങൾക്ക് ഓർമ്മയിടുമെന്ന് പറഞ്ഞുകൂടാ. ബിക്കോസ് ആ വണ്ടിയും കൂടെ നമ്മൾ ഒരു ഓഫ് റോഡ് ട്രിപ്പ് പോയിട്ടുണ്ട്. നമ്മൾ ചില്ലിയാട് എന്തോ പോയിട്ടുണ്ട്. അടിപൊളി വണ്ടിയാണ് ഗൈസ്, അടിപൊളി വണ്ടിയാണ് നമ്മുടെ ഡിഫൻഡർ. പക്ഷേ നമ്മുടെ ലാൻഡ് ക്രൂസിൻ്റെ മുമ്പിലൊരു ചെറിയ വണ്ടിയാണ് കേട്ടോ. ജസ്റ്റ് നോക്കിയതൊന്നും ചെറിയ വണ്ടിയാണ്, ബട്ട് എന്നാലും രണ്ടും ഒന്നിനൊന്നിനും അടിപൊളി വണ്ടികളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സിമിയോൻ്റെ അടുത്ത് കാര്യം ചോദിക്കുക. ഇതെന്താ സിമിയോൻ്റെ ഫ്രണ്ടാണ് തോന്നുന്നു. നമുക്ക് എന്താ ജസ്റ്റ് ചോദിച്ചു നോക്കാം. ഹലോ സിമിയോൻ, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ഓക്കെ ഗൈസ്, നമ്മുടെ സിമിയോൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സിമിയോൻ്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളിക്ക് ഇവിടെ ഒരു ബൈക്ക് ഷോറൂം തുടങ്ങാനുള്ളൊരു പരിപാടിയിലായിരുന്നു. പക്ഷേ 2 ബൈക്ക് പുള്ളി മേടിക്കാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ലോസ് ഗ്യാങ് മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ലോസ് ഗ്യാങ്ങിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട് നമ്മുടെ കെസിനോൻ്റെ അവിടെ. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ അവർ വണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. വെച്ചാൽ വണ്ടി അവർ അടിച്ചു മാറ്റിക്കൊണ്ട് അവർ ഫുൾ പ്രൊട്ടക്ഷനോടെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. 2 KTMൻ്റെ ബൈക്കാണെന്നാണ് പറഞ്ഞേക്കുന്നത്. 2 KTMൻ്റെ ഒരു RCയും ഒരു ഡ്യൂക്കാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അത് പോയി ഒന്ന് തിരിച്ചെടുത്ത് കൊടുക്കണം. അതിനാണ് നമ്മളിപ്പോൾ വിളിച്ചേക്കുന്നത് നമ്മുടെ സിമിയോൻ. ഇപ്പോൾ സിമിയോൻ ഒറ്റയ്ക്ക് വിചാരിച്ച സിമിയോൻ ഒറ്റയ്ക്ക് ഈ പരിപാടികളും ചെയ്യാറ്. ബിക്കോസ് സിമിയോൻ വണ്ടി വിറ്റ് കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും കൊണ്ട് വണ്ടി തട്ടിക്കൊണ്ട് വരും. അതാണ് പുള്ളിയുടെ മെയിൻ ബിസിനസ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. ഇന്നലെ നമ്മൾ ലംബോർഗിനി എടുത്തത് അങ്ങനെ തന്നെയാണ്. പുള്ളി തന്നെ വിറ്റ്, പുള്ളി തന്നെ നമുക്ക് വണ്ടി കാണിച്ചിട്ട് നമ്മൾ എടുത്തിട്ട് വന്നു. അപ്പോൾ നമുക്ക് സമയമൊന്നും കളയേണ്ട. നമ്മളിപ്പോൾ 4 പേരുണ്ട്. അപ്പോൾ ഇത്ര മതിയായിരിക്കും അറ്റാക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വണ്ടി കയറിയിട്ട് നമുക്ക് സ്ഥലം വിടാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ നമ്മുടെ ലാൻഡ് റോവർ എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി എടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ സിമിയോൻ്റെ ഒരു സീനാണല്ലോ. അപ്പോൾ നമുക്ക് സിമിയോൻ്റെ വണ്ടി തന്നെ എടുത്തേക്കാം. അപ്പോൾ എങ്ങനെ വണ്ടി പോവുകയാണെങ്കിൽ പുള്ളിയുടെ പോകത്തുള്ളൂ. ഈ വണ്ടി കളയാനുള്ളത് അടിപൊളി വണ്ടിയൊക്കെ തന്നെയാണ്. നമുക്കിപ്പോൾ കളയേണ്ട കാര്യമൊന്നുമില്ല. ഇൻറ്റീരിയർ ഒന്നും രക്ഷയില്ല കേട്ടോ. അടിപൊളി ഇൻറ്റീരിയറൊക്കെയാണ്. വണ്ടിയിൽ ലൈറ്റൊക്കെ കത്തണ്ടോ, ലൈറ്റൊക്കെ സെറ്റാണ്.
എനിക്ക് തോന്നുന്നു മറ്റേ വണ്ടിയാണ് ഇത്രയും കൂടി പവർ ലുക്കുള്ളത്. ലുക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ലാൻഡ് ക്രൂസർ തന്നെയാണ്. പക്ഷേ ഈ വണ്ടി അടിപൊളിയാണ് ഗൈസ്. സ്പീഡ് കൂടുതൽ ഇതാണ് കേട്ടോ. സ്പീഡ് നല്ല സ്പീഡ് കിട്ടുന്നുണ്ട് വണ്ടിക്ക്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ലൊക്കേഷനിലോട്ട് പോകാം. നമ്മുടെ കസിനോൻ്റെ അവിടെയാണ് ലൊക്കേഷൻ. അപ്പോൾ അത്യാവശ്യം കാർഡ്സ് ഇതൊക്കെ ഉണ്ടാവും, ബട്ട് നമ്മളെല്ലാത്തിനും തൂക്കണതായിരിക്കും. അതുകൊണ്ട് നമുക്ക് വലിയ വിഷയമില്ല. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നമ്മൾ നേരെ അങ്ങോട്ട് പോകാം. അല്ല, വൈകേണ്ട ആവശ്യമില്ല. നമ്മൾ കസിനോ എത്തിയിട്ടോ ഗൈസ്. നമ്മളിനിപ്പോൾ അതെ കസിനോ ഇവിടെ റൈറ്റിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ അവിടേക്ക് ഇങ്ങോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഇവിടെ ഓൾമോസ്റ്റ് നമ്മുടെ കസിനോൻ്റെ അവിടെ എത്തി. ഇതിൻ്റെ അടുത്താണ് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എവിടെയാണ് നമ്മുടെ ലോസ് ഗ്യാങ്ങിൻ്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, ഇത് അവിടെ ആൾക്കാർ. ഓക്കെ ഗൈസ്, ഇത് തന്നെ സ്ഥലം കേട്ടോ. അവിടെ വണ്ടി. ഓക്കെ ഗൈസ്, 2 ബൈക്ക് അവിടെ ഇരിക്കേണ്ടത്. അത് തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ വണ്ടികൾ. നമുക്ക് എന്തായാലും എവിടെയെങ്കിലും നൈസായിട്ട് വണ്ടി പാർക്ക് ചെയ്യണം. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തോട്ട് ഇടാം. അല്ലെങ്കിൽ ഓക്കെ, ഇതിൻ്റെ അകത്ത് വലിയ സീനില്ല ഗൈസ്. നമ്മൾ ഇത്രയും പേരുണ്ടല്ലോ. അപ്പോൾ അവർ വന്നാലും നമുക്ക് വലിയ വിഷയമൊന്നുമില്ല. അതൊക്കെ എന്തായാലും കയറി അടിക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ മൈക്കിൾ കൂടെ ഉണ്ട്. മിക്കവാറും മൈക്കിൾ മാത്രം തോക്കെടുത്ത് അടിക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മൈക്കിൾ മാത്രം എടുത്തുള്ളൂ. ഇവന്മാരൊക്കെ വെറുതെ വന്നേക്കണം, ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി മാത്രം വന്നേക്കണം. സിമിയോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ബൈക്ക് നമുക്ക് കിട്ടുവാണെങ്കിൽ ഒരു ബൈക്ക് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്കൊരു ബൈക്ക് വേണം. നമ്മളാണ് അത്രയും കഷ്ടപ്പെട്ട് ബൈക്ക് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി അടിക്കുക ഗൈസ് അവരെ. ഓക്കെ ഗൈസ്, നമ്മളിത് അങ്ങോട്ട് പോയേക്കണം. അവന്മാർ ഇവിടെ ഹൈഡ് ചെയ്തോളാന്നാണ് പറഞ്ഞേക്കണേ. നമുക്ക് എന്തായാലും കയറി അടിക്കുക ഗൈസ്. നമുക്കൊരു അടിപൊളി തോക്കെടുക്കാം. ഓക്കെ ഗൈസ്, അമ്മേ ഇതെന്താണത്? കുറേ ആൾക്കാർ വരുന്നുണ്ട് ഗൈസ്. മൈക്കിള് സൂക്ഷിച്ചോളണം കേട്ടോ. ഒരു സെക്കൻഡ്, നമ്മൾ തോക്കൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കാം. എന്തായാലും ചവറണക്കിന് ആൾക്കാർ ഉണ്ട്. കുറേ പേര്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് വെടിവെക്കുക. ഒന്നും കൊള്ളാനുള്ള എന്താ? കറക്റ്റ് എല്ലാം കൊള്ളുന്നുണ്ട്. ഇവിടെ നിന്ന് കറക്റ്റ് വെടിവെച്ചാൽ മതി. റീലോഡ് കൊള്ളാട്ടോ. ഇത് ടെക്നിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് വെടിവെച്ചാൽ മതി വെറുതെ. ഓക്കെ, ഫ്രാങ്കിലിനെ ഒളിച്ചിരുന്നു. ഓക്കെ, അത് തീർന്നു. ഓക്കെ, അത് കൊള്ളാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് എയിം ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ ബ്ലൈൻഡ് ഫയറിങ്ങാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്കത് കൊള്ളില്ല. ഓക്കെ, ഇവനെ തീർത്തുണ്ട്. എൻ്റെ മോൻ എപ്പോൾ നമ്മൾ ചാവും ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. മൈക്കിൾ രക്ഷപ്പെടുത്തിക്കോളെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൈക്കിളിനെയൊക്കെ അത് തൂക്കി കൊല്ലാണ് ആൾക്കാർ. ഓക്കെ, മൈക്കിളെങ്കിലുള്ള ഭാഗ്യം. ഉമ്മാരാണെങ്കിൽ വെറുതെ നിൽക്കൂടാ. ആരാ ബാക്കിൽ നിന്ന് വെടിവെക്കണമെന്ന്? ബാക്കിൽ നിന്നല്ല കേട്ടോ, ഇവിടെ തന്നെ ഇവിടെ ആൾക്കാരുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ ഫുൾ അതെ ഇതിനൊക്കെ ആരാ കയറ്റി വിട്ടേ ഇങ്ങോട്ട്? ഓക്കെ, ഇത് തീർന്നു. ഓക്കെ, അത് കഴിഞ്ഞു. ഓക്കെ, റീലോഡ് ചെയ്യട്ടെ. എപ്പോൾ തീരും ബുള്ളറ്റ്? ഇത് മണ്ണ്. ഓക്കെ, അത് നല്ല ഗണ്ണാണ്. ഗണ്ണൊക്കെ ഒന്ന് മാറ്റി അടിച്ച് നോക്കാം. എവിടെ നിന്ന് അടി വന്നത്? ഗൈസ് ഓക്കെ, നമ്മളങ്ങനെ തീർത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അതെനിക്ക് വേണം അത് ലാസ്റ്റ് ആളായിരുന്നു. ഇവൻ ചത്തിട്ട് എന്തായാലും ഇപ്പം ചത്തുണ്ട്. അപ്പോൾ ഗൈസ് അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളെല്ലാത്തിനും തീർത്തിട്ടുണ്ട്. നമ്മുടെ മൈക്കിളാണ് ഫുള്ള് സെറ്റ്. വേറെ അവിടെ നിന്ന് ചെയ്യണ്ടല്ലോ ഈ വണ്ടിക്കാർ. ഒരു സെക്കൻഡ് ഗൈസ്, അപ്പുറത്ത് നിന്ന് ആരോ നമ്മളെ ഫയർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു. ഇവനിടിച്ചു അല്ല ഗൈസ്, ഇവനെ ഞാൻ എവിടെ നിൽക്കണോ? ഓക്കെ, ലാസ്റ്റ് തലക്കിട്ടൊരു അടി കൊടുത്തിട്ടുണ്ട് അവന്. അത് നോക്കുന്നത് എന്താണ്, നമ്മുടെ വണ്ടി എടുത്തിട്ട് പോകും. എങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് വണ്ടി വേണം, അല്ലെങ്കിൽ അത് പ്രശ്നമാണ്. നിങ്ങൾ ഇനിയിപ്പോൾ ഒളിക്കണ്ട, അവരൊക്കെ പോയി ഒളിച്ചിരിക്കുക. 2 പേര് തൂറന്മാർ. കയറിക്കോ, വണ്ടി കയറിക്കോ. ബൈക്ക് എന്തായാലും ഞാൻ എടുക്കേണ്ട സിമിയോണ്, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഓക്കെ, സിമിയോണൊന്നും പറയാനില്ല. സിമിയോണത്തിൽ ദേഷ്യത്തിലാണെന്ന് വെച്ചിട്ട് ദേഷ്യമായിട്ട് നമ്മളാണല്ലോ ഇത്ര ഫയർ ചെയ്ത്, നമുക്ക് അതിനുള്ളൊരു പ്രതിഫലം വേണ്ടേ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി അകത്തോട്ട് ദേ ഇരിക്കുന്നു ഗൈസ് നമ്മുടെ വണ്ടികൾ. എൻ്റെ മോനെ നോക്കി. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ സിമിയോണ് വേണ്ടി എടുത്തുകൊണ്ട് വന്ന വണ്ടികൾ. എൻ്റെ അമ്മേ, നമുക്ക് ഏത് വണ്ടി എടുക്കണം ഗൈസ്? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഈ KTM ഡ്യൂക്ക് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. RC അത് അടിപൊളിയായിട്ടുണ്ട് കാണാനൊക്കെ, പക്ഷേ ഇത് വെറും RC 200 ആണ്. ഇത് KTM ഡ്യൂക്ക് 1000 ആണ്, സൂപ്പർ ഡ്യൂക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. എന്തായാലും എനിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ദൈവമാരെ ഒളിച്ചിരിക്കണേ. ഇവിടെ ആരും ഉണ്ട് കേട്ടോ ഗൈസ്, നമ്മുടെ ഈ പരിസരത്ത് ആരും ഉണ്ട്. ബട്ട് ഇതെവിടെ നിന്നാണ് ഒച്ച തന്നെ? കൊച്ചു കള്ളൻ അവിടെ നിൽക്കുവാണ് നൈസായിട്ട്. ബാക്കിലൊക്കെ ആൾക്കാരുണ്ടോ നോക്കട്ടെ കേട്ടോ ഗൈസ്, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ സ്ഥലങ്ങളൊക്കെ ലോസ് ഗ്യാങ്ങിൻ്റെയാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആൾക്കാരൊക്കെ ഒളിച്ച് നിൽക്കട്ടുണ്ടാവും. ഇവിടെ ആയാലുണ്ടോ? ഇവിടെ ആരുമില്ല. ഓക്കെ ഗൈസ്, നമ്മൾ മിക്കവാറും സേഫാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ഡ്യൂക്ക് എടുക്കാം. എനിക്ക് RC പുള്ളി എടുത്തോട്ടെ തിരിച്ച്. സിമിയോൻ്റെ അല്ലേ, ഈ പുള്ളിയുടെയാണ്. പുള്ളിയൊന്നും ചെയ്തിട്ടില്ല എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്യൂക്ക് എടുക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൺ ദ റോഡ് ടു 10K ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.